എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഘടനകളെ പരിശോധിച്ച് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് പോകുന്ന സംഘടന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ലീഗിനെ കുറിച്ച് നിരന്തരമായിട്ട് പറയുന്ന ആക്ഷേപം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്നാ. ഞങ്ങളുടെ ദേശീയ കമ്മിറ്റിയിൽ വരെ ഇപ്പൊ 2 വനിതകൾ സെക്രട്ടറിമാരായിട്ട് ഇരിക്കുന്നുണ്ട്. മറ്റേത് സംഘടനയിൽ അങ്ങനെ ഉണ്ട് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അപ്പൊ സജീവമായിട്ട് പുതിയ കാലത്തെ എല്ലാ ടെമ്പോകളും എല്ലാ വൈബുകളെയും എല്ലാ തരത്തിലുള്ള ആശയങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് ഞങ്ങളുടെ പാർട്ടി. സുഹൃത്തുക്കളെ, ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചിരി വന്നു പോയി. കഴിഞ്ഞ തവണ ഇപ്രാവശ്യം ഉണ്ടായെന്നറിയില്ല, സോഷ്യൽ മീഡിയ അത്രയൊന്നും കണ്ടില്ല. കഴിഞ്ഞ തവണയാണ് ഈ ഇലക്ഷന് നിൽക്കുമ്പോൾ മിക്കവാറും മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥികൾക്ക് സ്ത്രീകൾ നിർത്തേണ്ട ഒരു അവസ്ഥ വരികയാണല്ലോ. സ്ത്രീകൾ മത്സരിക്കണം എന്ന് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ അങ്ങ് നിർബന്ധമുള്ളത് കൊണ്ട് ഇവർക്ക് നിർത്തേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങ് നിർത്തേണ്ടി വരുന്ന സമയത്ത് ഇവന്മാർ ഫോട്ടോ ഒന്നും കൊടുക്കില്ല. ഫോട്ടോയ്ക്ക് പകരം ഭർത്താവിൻ്റെ ഫോട്ടോ കൊടുക്കും. എന്നിട്ട് ഇന്ന ആളുടെ ഭാര്യയ്ക്ക് വോട്ട് ചെയ്യുക എന്നൊക്കെ എഴുതി വയ്ക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഇവർ പറയുന്ന ഈ ഒരു ഭയങ്കരമായിട്ടുള്ള അപ്ഡേഷൻ. കൂടുതൽ അപ്ഡേറ്റ് ചെയ്തിട്ട് ഒരു ചാക്കിൻ്റെ ഉള്ളിലേക്ക് മറച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥയിലേക്ക് ഇവർ വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഈ നേതാവ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ചിരിയൊക്കെ വരും എന്നുള്ളതാണ്. എന്തായാലും ചിരിക്കൊപ്പം കൂടുതൽ ചിരിക്കാനുള്ള ഒരു അവസ്ഥ. ഇവർ പറയുന്ന സ്ത്രീകൾക്ക് അപാരമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നതല്ലേ. സ്ത്രീകൾക്ക് അപാരമായ സ്വാതന്ത്ര്യം കൊടുക്കുന്നു. നടക്കാനും പുറത്തേക്ക് നടക്കാനും നൈറ്റ് ലൈഫ് ആസ്വദിക്കാനും യാത്ര പോകാനൊക്കെ ഭയങ്കരമായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ളൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നല്ലേ. അതേ ഭാഗത്ത് നിന്ന് ഒരു സംഗതി കൂടി കാണിച്ചു തരാം. മാഷിദ ബീവി എന്ന കുട്ടിയെ സാദരം ക്ഷണിക്കാം. പെൺകുട്ടികൾ 10ാം ക്ലാസ്സിലെ കുട്ടിയാ. ആരോട് അങ്ങോട്ട് വിളിച്ചത്? ഞാൻ നേരിൽ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. എന്താല്ലേ അങ്ങനത്തെ പെൺകുട്ടികളൊന്നും ഇങ്ങോട്ട് വിളിക്കണ്ട. രക്ഷിതാവിനോട് വരാൻ പറയും. ഇയാ വിളിച്ചത്? അല്ലല്ല, ഞാനല്ല. ഞാൻ എന്റെ കുട്ടീനെ വരണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ അടിപൊളി അടിപൊളി. നിങ്ങൾ ആലോചിച്ച് നോക്കി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് എന്തൊരു സമ്മാനം നൽകുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ പെൺകുട്ടിയെ അവർ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. 10ാം ക്ലാസ്സിൽ 15 വയസ്സുള്ള കുട്ടി അത് സ്റ്റേജിലേക്ക് കയറിയ സമയത്ത് ആ താണ്ടി വെച്ച ഉപ്പൂപ്പാക്കി എന്തൊക്കെയോ ഇളക്കമുണ്ടായി. പെട്ടെന്ന് 10ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഇങ്ങോട്ട് വിളിക്കുക, അവരൊക്കെ പൊതുവേദിയിലേക്ക് വിളിക്കുക, അവരൊക്കെ ഇങ്ങോട്ട് കയറി വരാൻ പാടുണ്ട. പെൺകുട്ടികൾ അങ്ങനെ പൊതുവേദിയിൽ വന്നൊരു സമ്മാനം വാങ്ങിക്കാൻ പാടുണ്ട എന്നുള്ള മതവിധിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെ പൊന്നും മുസ്ലിം ലീഗ് നേതാവേ, നിങ്ങൾ ഇവരൊക്കെ ഒന്ന് തിരുത്താൻ ശ്രമിക്കൂ. കാലമേറെ കഴിഞ്ഞൊന്നും ഇത് 2025 ലോകത്തെ എല്ലാ തലത്തിലും സ്ത്രീകൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വീണ്ടും ഇരുട്ടറകളിലേക്ക് ഈ പെൺകുട്ടികളെ തള്ളിവിടരുതെന്നും നിങ്ങളൊന്ന് ആദ്യം ഇത്തരം ആളുകളൊക്കെ ഒന്ന് ഉപദേശിച്ചൊന്ന് നേരാക്കാൻ നോക്കി. അറ്റ്ലീസ്റ്റ് അതെങ്കിലും നിങ്ങളിപ്പോൾ വലിയ ഭയങ്കര അപ്ഡേഷൻ എന്ന് പറയുന്നില്ലേ, ഇതാണോ നിങ്ങൾ മുസ്ലിം ലീഗുകാർ? നിങ്ങൾ ഈ മുസ്ലിം എന്നുള്ള പേര് വെച്ചിട്ടാണ് നിങ്ങളിപ്പോൾ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ മുസ്ലിം ലീഗുകാർ നിങ്ങളുടെ ഉള്ളിലുള്ള ആ മുസ്ലിങ്ങളുള്ളിലുള്ള ഇത്തരം പുഴുക്കുത്തുകൾക്കെതിരെ എന്താണൊന്നും മിണ്ടാത്തത്? എന്താ ഒന്നും സംസാരിക്കാത്തത്? ഇതിനെന്താ നിങ്ങൾ എതിർക്കാത്തത്? പെൺകുട്ടികളെ പൊതുവേദിയിൽ വന്നിട്ട് സമ്മാനം വാങ്ങിക്കാം എന്നൊരു ഉറച്ച തീരുമാനം നിങ്ങൾക്ക് എന്താ പറയാൻ കഴിയാത്തത്? അവിടെ തന്നെ നിങ്ങൾക്ക് വൻ പരാജയം സംഭവിക്കുന്നില്ലേ. ഒരു 15 വയസ്സായ ഒരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ എന്ത് തരം ഹാലാണ് ഇത്തരം ആളുകൾക്ക് ഇളകുന്നത്? അല്ലെങ്കിൽ 15 വയസ്സോ അല്ലെങ്കിൽ 8 വയസ്സോ എത്ര ആയിക്കോട്ടെ, അവസാനം പറയുന്നു ഇതാരാ വിളിച്ചെന്ന് ചോദിക്കുന്നു. അപ്പൊ അവിടെ ആൾ പേടിച്ചു. അവൻ പറഞ്ഞു, ഓ ഞാൻ വിളിച്ചു, ഞാൻ എൻ്റെ മോളോട് വരണ്ടാന്ന് പറഞ്ഞിരിക്കുകയാണ്, അങ്ങോട്ട് കടന്നു പോരുന്ന് പറഞ്ഞിരിക്കുകയാണ്. ഉപ്പാനെ വിളിക്കണം. ആണുങ്ങൾ മാത്രം സ്റ്റേജിൽ കയറിയാൽ മതി, പെണ്ണുങ്ങളൊന്നും കയറാൻ പാടില്ല എന്ന് പറയുന്ന ഇത്തരം തിട്ടൂരങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ഇറക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെയൊക്കെയുള്ള സംഗതികളൊന്നും എതിർക്കാതെ നിങ്ങൾ ഭയങ്കര അപ്ഡേറ്റ് ആണ് ഈ രാജ്യം എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോഴേ, രാജ്യമല്ല നിങ്ങളെ പാർട്ടി എന്ന് പറഞ്ഞു വെക്കുമ്പോഴേ നല്ല തമാശ തോന്നും. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ബൈ.